ടൂറിസം വികസനം വേണമെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും അവഗണനയുടെ കഥ പറയുകയാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ നിവാസികൾ. ചരിത്രമുറങ്ങുന്ന ഈ നാട്ടിൽ ടൂറിസത്തിന്റെ ഭാഗമായുള്ള പല പദ്ധതികളും നിലച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശമാണ് ആറ്റിങ്ങൽ. കോയിക്കൽ കൊട്ടാരക്കെട്ടുകളും പുരാതന ക്ഷേത്രങ്ങളും നദികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മനോഹര പ്രദേശം. ബ്രിട്ടീഷുകാരോട് സായുധ കലാപം നടത്തിയ ചരിത്രവും ആറ്റിങ്ങലിനുണ്ട്. ആറ്റിങ്ങലിലെ ടൂറിസ്റ്റ് സാധ്യതകളെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് പഠനം നടത്തിയിരുന്നു. 2011 അഞ്ചുതെങ്ങ് കഠിനംകുളം കായലുകളെയും വാമനപുരം നദിയെയും ബന്ധപ്പെടുത്തി കഠിനംകുളം കായൽ ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതിന്റെ ഭാഗമായി ചിറയൻകീഴ് പുളിമുട്ടുകടവിൽ ബോട്ട് ക്ലബ്ബും വാമനപുരം നദിയിൽ ആറ്റിങ്ങൽ കൊല്ലംപുഴ കോയിക്കൽ കൊട്ടാരത്തിന് സമീപമുള്ള കടവിൽ ബോട്ട് ജെട്ടിയും സ്ഥാപിച്ചു. എന്നാൽ പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഒന്നും നടന്നില്ല. ആറ്റിങ്ങൽ നഗരസഭയിലെ ടൂറിസത്തിന് വേണ്ടി ചിലവാക്കും എന്ന് പറഞ്ഞ ഫണ്ടുകൾ അല്ലെങ്കിൽ ചിലവാക്കും അല്ലെങ്കിൽ വികസന പ്രവർത്തനം കൊണ്ടുവരും എന്ന് പറഞ്ഞ പദ്ധതികൾ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കൊല്ലംപുഴയിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോഴും കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരിക്കുകയാണ്. ഇവിടെ ടൂറിസത്തിന്റെ പദ്ധതികൾ കൊണ്ടുവരും, ഇവിടെ വികസന പ്രവർത്തനങ്ങൾ വരുമെന്ന്. പുളിമുട്ടുകടവിലെ ബോട്ട് ക്ലബ്ബ് പ്രവർത്തനം നിർത്തി. പ്രദേശം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായി മാറി. കൊല്ലംപുഴ കടവിലെ ബോട്ട് ചെട്ടി പ്രളയത്തിൽ നദിയിൽ മുങ്ങി. ഇവിടം പൂർണ്ണമായും നദിയെടുത്തു കഴിഞ്ഞു. ടൂറിസം ഭൂപടത്തിൽ ഇടം നേടുമെന്ന് പ്രതീക്ഷിച്ച ആറ്റിങ്ങൽ ഇന്ന് അവഗണനയുടെ പട്ടികയിലാണ്. ന്യൂസ് 18 ആറ്റിങ്ങൽ. മട്ടാഞ്ചേരിയിൽ വൻ ലഹരിവേട്ട. 1/2 കിലോ MDMA പിടിച്ചെടുത്തു. സംഭവത്തിൽ കൂവപ്പാട സ്വദേശി ശ്രീനിഷ് പിടിയിലായി. ഇയാളുടെ കയ്യിൽ നിന്ന് 20,000 രൂപയും കണ്ടെടുത്തിട്ടുണ്ട്. മയക്കുമരുന്ന് വിൽപ്പന സംഘത്തിലെ പ്രധാനിയാണ് ശ്രീനിഷ് എന്ന് പോലീസ് അറിയിച്ചു. വയനാട് തോൽപ്പട്ടിയിൽ MDMAയുമായി 2 പേരെ എക്സൈസ് സംഘം പിടികൂടി. ചെക്ക് പോസ്റ്റിൽ എക്സൈസ് നടത്തിയ വാഹന പരിശോധനയിലാണ് ബൈക്കിൽ കടത്തിയ മയക്കുമരുന്ന് പിടിച്ചത്. സംഭവത്തിൽ കൊണ്ടോട്ടി മുതുവല്ലൂർ സ്വദേശി അബഷർ, മാട്ടൂൽ സ്വദേശി ബിഷർ ഷുഹൈബ് എന്നിവരാണ് പിടിയിലായത്. തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് വീട്ടിലെ പൂച്ച കടിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ വാക്സിൻ എടുക്കാനെത്തിയതാണ് ഒരു യുവതി. ആ യുവതിയെ ആശുപത്രി പരിസരത്ത് വെച്ച് തെരുവുനായ കടിച്ചു. ആശുപത്രിക്കുള്ളിൽ വെച്ച് ഈ തെരുവുനായ കടി കാലിലാണ് ഏറ്റത്. ചപ്പാ സ്വദേശി അപർണയ്ക്കാണ് പരിക്കേറ്റത്. കാലിൽ കടിയേറ്റ അപർണയെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ പഴശ്ശി ടൂറിസം പദ്ധതിയുടെ 1ാം ഘട്ട പ്രവൃത്തിയുടെ ഉദ്ഘാടനം ഒക്ടോബർ 2ാം ആഴ്ച നടക്കും. പടിയൂർ, കുയിലൂർ, നിടിയോടി, പൂവം പ്രദേശങ്ങളെ കൂട്ടിയിണക്കിയാണ് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്ന 5.5 കോടിയുടെ പ്രവൃത്തിക്കായി ടെൻഡർ നടപടികൾ പൂർത്തിയായി. ജലസേചന വകുപ്പിന്റെ അധീനതയിലുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് അംഗീകരിച്ചാണ് ടെൻഡർ ചെയ്തത്. ഇരു വകുപ്പുകളും തമ്മിലുള്ള ധാരണാപത്രവും ഉടൻ ഒപ്പുവയ്ക്കും. ആദ്യഘട്ട പ്രവൃത്തി 1.5 വർഷം കൊണ്ട് പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. പദ്ധതി പ്രദേശം KK ശൈലജ MLA സന്ദർശിച്ചു. ഏകദേശം 10-19 ഏക്കറോളം സ്ഥലത്താണ് ആദ്യം ഫസ്റ്റ് ഫേസായിട്ട് നമ്മൾ ചെയ്യുന്നത്. റോഡും അതുപോലെ പാർക്കും കാര്യങ്ങളൊക്കെയായി നല്ല ഡിസൈൻ തന്നെ അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫേസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഇവിടെ ഏകദേശം ഒരു 60 ഏക്കറോളം സ്ഥലം നമുക്ക് ടൂറിസം വികസനത്തിന് വേണ്ടി ലഭ്യമാകുമെന്നുള്ളതാണ് നമ്മുടെ സർവേ നടത്തിയപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ 2-3 ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടി ചേർന്നിട്ട് വേണം ഇതിൻ്റെ പ്രവർത്തനം ചെയ്യാൻ. ഒന്ന് ഇറിഗേഷൻ, അതുപോലെ തന്നെ ടൂറിസം, പിന്നെ ഈ സോഷ്യൽ ഫോറസ്ട്രി. അപ്പോൾ ഇവിടെ ചില മാറ്റങ്ങളെല്ലാം വരുത്തേണ്ടതായിട്ടുണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡൻ, പൂന്തോട്ടം, പാർക്കുകൾ, പദ്ധതി പ്രദേശത്തെ തുരുത്തുകൾ ബന്ധിപ്പിച്ചുള്ള പാലങ്ങൾ, ബോട്ട് സർവീസ് എന്നിവയാണ് പ്രധാനമായും നടപ്പാക്കുന്നത്. ആദ്യഘട്ടം പടിയൂർ ടൗണിൽ നിന്നും പദ്ധതി പ്രദേശത്തേക്കുള്ള റോഡ് നവീകരിക്കും. 1ാം ഘട്ട പ്രവൃത്തി പൂർത്തിയാകുന്ന മുറയ്ക്ക് 2ാം ഘട്ട പ്രവൃത്തിക്കുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടൂറിസം വകുപ്പിന് കൈമാറും. പഴശ്ശി പദ്ധതി പ്രദേശത്തെ പാർക്ക്, അകംതുരുത്ത് ദ്വീപ്, പെരുവമ്പറമ്പ് ഇക്കോ പാർക്ക്, വള്ളിയാട് സഞ്ജീവനി ഇക്കോ പാർക്ക് എന്നിവയെ കൂട്ടിയിണക്കിയുള്ള പദ്ധതികളും ഇതോടൊപ്പം പൂർത്തിയാക്കും. ന്യൂസ് 18 ഇരിട്ടി. പാലക്കാട് പട്ടിത്തറ ചിറ്റപ്പുറത്ത് പാചകവാത സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മരണം 3ആയി. ഗുരുതരമായി പരിക്കേറ്റ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ചങ്ങരംകുളം പള്ളിക്കര സ്വദേശി മുഹമ്മദ് സബിനാണ് മരിച്ചത്. പടിഞ്ഞാറങ്ങാടി സ്വകാര്യ കോളേജിലെ ഡിഗ്രി 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സബിന്റെ പിതാവ് അബ്ദുൾ സമദും മാതാവ് ഷിറിനും നേരത്തെ മരിച്ചിരുന്നു. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 4 സിലിണ്ടറുകൾ ഒന്ന് പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് സമീപം ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. 25ഓളം പേർക്ക് പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ ഡ്രൈവറുടെ നില ഗുരുതരമാണ്. തൊടുപുഴയിൽ നിന്നും കുമളിയിലേക്ക് വരികയായിരുന്നു സ്വകാര്യ ബസും കുമളിയിൽ നിന്നും മുണ്ടക്കയത്തേക്ക് പോവുകയായിരുന്നു ടിപ്പർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ബൈക്കിന് സൈഡ് കൊടുക്കുന്നതിനിടെയായിരുന്നു അപകടം ഉണ്ടായത്. അപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. വണ്ടിപ്പെരിയാർ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി.
നിർമ്മാണം പൂർത്തിയായി 1.5 വർഷം കഴിഞ്ഞിട്ടും കൊല്ലം അഞ്ചൽ അഗസ്ത്യക്കോട് വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു നൽകിയിട്ടില്ല. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. പുനലൂർ തിരുവനന്തപുരം പാതയിലെ പ്രധാന വിശ്രമ കേന്ദ്രമാണ് അഗസ്ത്യക്കോടിയിലേത്. ദീർഘദൂര സർവീസ് നടത്തിയെത്തുന്ന വാഹനയാത്രക്കാർക്കും ഡ്രൈവർമാർക്കും പ്രാഥമിക ആവശ്യങ്ങൾക്കും വിശ്രമിക്കുന്നതിനുമുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ആധുനിക നിലവാരത്തിലുള്ള വിശ്രമ കേന്ദ്രം നിർമ്മിച്ച് 1.5 വർഷം കഴിഞ്ഞിട്ടും തുറന്നു നൽകിയിട്ടില്ല. ഇപ്പോൾ ഇവിടം കാടുപിടിച്ച് നായകളും സാമൂഹ്യ വിരുദ്ധരും കൈയടക്കിയിരിക്കുകയാണ്. ഇതുകൊണ്ടുള്ള ആകെ ഗുണം എന്ന് പറയുന്നത് ഇവിടെ കുറേ അറിഞ്ഞിരിഞ്ഞ് നടക്കുന്ന തെരുവ് നായ്ക്കൾക്കും കുറേ കുടിയന്മാർക്കും മദ്യപിക്കാനുള്ള ഒരു കേന്ദ്രമായി, സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു താവളമായി ഇത് മാറിക്കഴിഞ്ഞു. ഖജനാവിൽ നിന്ന് ലക്ഷങ്ങളാണ് പൊടിച്ചേക്കുന്നത്. ഇത് ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? ഇനിയിപ്പോൾ ശബരിമല സീസൺ വരാൻ പോവുക. ഇതൊന്നും തുറന്നു കൊടുത്താൽ ഒരുപാട് തീർത്ഥാടകർ, കുളത്തൂപ്പുഴ ക്ഷേത്രം സന്ദർശിച്ച് വരുന്ന ഒരുപാട് തീർത്ഥാടകർക്ക് ഒരുപാട് ഗുണമുണ്ടാകുന്ന ഒരു വിശ്രമ കേന്ദ്രമായത്. വിശ്രമ കേന്ദ്രം തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് MLAയ്ക്കും PWD മന്ത്രിക്കും നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. പകൽ സമയങ്ങളിൽ പോലും മദ്യപസംഘം ഇവിടെ തമ്പടിക്കുകയും അസഭ്യം പറയുകയും തള്ളുണ്ടാക്കുകയും ചെയ്യുന്നത് പതിവാണെന്നും പരാതിയുണ്ട്. ന്യൂസ് 18 അഞ്ചൽ. പത്തനംതിട്ടയിൽ പുതിയ ജില്ലാ സ്റ്റേഡിയം നിർമ്മിക്കാൻ നടപടിയായി. 14 ഏക്കർ സ്ഥലത്താണ് 50 കോടി രൂപ മുടക്കി അത്യാധുനിക കായിക സമുച്ചയം നിർമ്മിക്കുന്നത്. സ്പോർട്സ് ഫൗണ്ടേഷൻ ഓഫ് കേരളയ്ക്കാണ് നിർമ്മാണ ചുമതല. കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 50 കോടി മുടക്കിയാണ് പത്തനംതിട്ടയിൽ പുതിയ ജില്ലാ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. നഗരസഭ വിട്ടു നൽകിയ 14 ഏക്കർ സ്ഥലത്ത് ആധുനിക കായിക സമുച്ചയമാണ് നിർമ്മിക്കുക. 5 വർഷം മുൻപ് സ്റ്റേഡിയം നിർമ്മാണം കിറ്റ്കോ ഏറ്റെടുത്തുവെങ്കിലും നിർമ്മാണം ആരംഭിക്കാത്തതിനെ തുടർന്നാണ് സ്പോർട്സ് ഫൗണ്ടേഷൻ ഓഫ് കേരളയെ ഏൽപ്പിച്ചത്. പ്രാഥമിക സർവേ നടപടികൾ പൂർത്തിയാക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ മണ്ണ് പരിശോധന ആരംഭിക്കും. 400 മീറ്റർ ട്രാക്ക്, സിന്തറ്റിക് ട്രാക്കാണ്. അതോടൊപ്പം തന്നെ സ്വിമ്മിംഗ് പൂള്, ഇൻഡോർ സ്റ്റേഡിയം, അതിനകത്ത് തന്നെ നമുക്ക് ഹോക്കിയുടെയും അതോടൊപ്പം തന്നെ ഫുട്ബോളിൻ്റെയും പ്രത്യേകമായ കോർട്ട്, ഇവിടുത്തെ പ്രധാനപ്പെട്ട കായിക ഇനങ്ങളായ നെറ്റ് ബോള്, അതോടൊപ്പം തന്നെ ഫെൻസിങ് തുടങ്ങി റോളർ സ്കേറ്റിംഗ് തുടങ്ങിയ ഇനങ്ങൾക്കുള്ള പ്രത്യേകമായ കോർട്ട് എന്നിവയായിരിക്കും ഇതിനകത്ത് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള കാര്യങ്ങൾ നീങ്ങുന്നത്. സ്പോർട്സ് ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം സ്റ്റേഡിയം നിർമ്മിക്കുന്ന സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. സർവേ നടപടികൾക്ക് മുന്നോടിയായി സ്റ്റേഡിയത്തിലെ കാട് വെട്ടി വൃത്തിയാക്കുന്ന ജോലികൾ നടന്നുവരികയാണ്. പരിമിതമായ സ്ഥല സൗകര്യങ്ങളിലാണ് വർഷങ്ങളായി പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം പ്രവർത്തിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കാർഷിക കേരളം. മൂന്നര ഏക്കറിൽ വിവിധ ഇനം വാഴകൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് പാറശാലയിലെ ഒരു കർഷകൻ. 500-ലേറെ വാഴകളാണ് അഭിനീഷിന്റെ തോട്ടത്തിൽ വളരുന്നത്. കാരാളി സ്വദേശി വിനോദും മകൻ അഭിനീഷും കൃഷിയിൽ തൽപരരാണ്. വിപുലമായാണ് ഇവരുടെ കൃഷി. 3.5 ഏക്കർ ഭൂമിയിൽ 500-ലേറെ വാഴകൾ വളരുന്നു. 1000 കാപ്പൂവൻ, ഒറ്റമുന്തിരി, കരിങ്കദളി, കാളിവാഴ, ഇറച്ചിവാഴ, കാവേരി ഇങ്ങനെ നീളുന്നു ഇനങ്ങൾ. വിദേശീയ ഇനങ്ങളും തോട്ടത്തിലുണ്ട്. പൂവൻ പഴത്തിന്റെ 8 വെറൈറ്റികളുണ്ട്. 14 ഇനം നേന്ത്രവാഴ, 7 ഇനം രസകദളി, പേൻ പഴത്തിന്റെ വിവിധ തരം തുടങ്ങിയവയും ഇടതൂർന്ന് വളരുന്നു. ഓരോ ഇനം വാഴയ്ക്കും പരിപാലനം ഓരോ രീതിയിലായിരിക്കണം. കാരണം 6 മാസത്തിൽ കുലയ്ക്കുന്ന വാഴ മുതൽ 18ാമത്തെ മാസത്തിൽ കുലയ്ക്കുന്ന വാഴ വരെ ഞങ്ങളുടെ ശേഖരത്തിലുണ്ട്. അങ്ങനെ പിന്നെ ഓരോന്നിനും ഓരോ പരിപാലനം. ഇപ്പം വാഴ നട്ടുടനെ ഒരു വളം ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞൊരു വളം, അപ്പോൾ ഈ ഇടവളം ചെയ്യണം. പിന്നെ കുലച്ചതിന് ശേഷം അടുത്ത വളം. അങ്ങനെ ഓരോ സ്റ്റേജ് വളം ചെയ്യുമ്പോഴും ഓരോ രീതിയിലാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഓരോ വാഴയ്ക്കും പരിപാലനം ഓരോ രീതിയിലായിരിക്കണം. മാത്രമല്ല ഈ കുലച്ചു കഴിഞ്ഞാൽ ദീർഘകാലം കൊല നിൽക്കുന്നത്. പായരങ്ക പൂവനെ പോലത്തെ വാഴകളാണെങ്കിൽ വാഴ ഒടിഞ്ഞു വീഴുന്നത് വരെ ആ കൊലയിൽ ആ കൂമ്പ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് ഓരോ ഇതിനും ഓരോ തരത്തിലാണ് പരിപാലനം. അത് മാത്രമാണ് ആ പരിപാലനത്തിൽ ബുദ്ധിമുട്ട് വരുന്നത്. പാട്ടത്തിനടുത്തും അല്ലാതെയുമുള്ള ഭൂമിയിലാണ് കൃഷി. തിരുച്ചിറപ്പള്ളിയിലെ കേന്ദ്ര വാഴ ഗവേഷണ കേന്ദ്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നെത്തിക്കുന്ന വാഴത്തൈകൾ ഇവിടെ എത്തിച്ച് പരിപാലിച്ച് ഗവേഷണങ്ങൾക്ക് സഹായിക്കുന്നു. വ്യത്യസ്ത രുചികളിലും ഇനങ്ങളിലും പെട്ട വാഴക്കുലകൾ കൃഷിയിടത്തെ സമ്പന്നമാക്കുന്നതിന്റെ നിർവൃതിയിലാണ് ഈ കർഷകർ. ന്യൂസ് 18 പാറശാല. തരിശുഭൂമിയിൽ പച്ചക്കറി വിളയിച്ച് ശ്രദ്ധേയരാവുകയാണ് കണ്ണൂർ കുറുമാത്തൂർ പഞ്ചായത്തിലെ ഒരു കൂട്ടം വീട്ടമ്മമാർ. തളിപ്പറമ്പ് നാടുകാണിയിലെ റോഡരികിലാണ് തങ്ങൾ വിളയിച്ച പച്ചക്കറികൾ വിൽക്കുന്നത്. ഓണവിപണി ലക്ഷ്യമിട്ടാണ് കൃഷി ആരംഭിച്ചത്. കാലം തെറ്റിപ്പെയ്ത മഴയിൽ കൃഷി അപ്പാടെ നശിച്ചുവെങ്കിലും ഈ വീട്ടമ്മമാർ തോറ്റ് പിൻവാങ്ങിയില്ല. റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയ തോട്ടം പാട്ടത്തിനടുത്താണ് ഇപ്പോഴത്തെ കൃഷി.
JCB ഉപയോഗിച്ചാണ് മണ്ണിളക്കിയത്. അതുകാരണം ചിലവൽപ്പം കൂടുതലായി. വലിയ വരുമാനമൊന്നും കൃഷിയിൽ നിന്നും ഇവർ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ JCB കൊണ്ടുവന്നിട്ടാണ് ഇക്കൊല്ലം പച്ചക്കറി നട്ടത്, മണ്ണ് കളിച്ചിട്ട്. അതുകൊണ്ട് നമുക്ക് പാട് ചിലവായി. ഒരിക്കൽ നട്ടത് മഴ കാരണം തികച്ചും ചേഞ്ഞു പോയി. രണ്ടാമത് നട്ടിട്ട് ഇപ്പം പരിക്കുന്നത് എത്ര ഓണത്തിനൊന്നും ഒന്നും കിട്ടിയിട്ടില്ല. കൃഷി ചെയ്യുമ്പോഴുള്ള മാനസിക സംതൃപ്തിയാണ് പലരെയും വീണ്ടും കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുന്നത്. കുറുമാത്തൂർ പഞ്ചായത്തും കൃഷിഭവനുമെല്ലാം പിന്തുണയായി ഇവർക്കൊപ്പമുണ്ട്. ഈ ഗ്രൂപ്പിൽ ഈ ക്ലസ്റ്ററിൽ 10-65 കൃഷിക്കാരുണ്ട്. ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യവും നമ്മൾ മേടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സെൻറ്റിന് 100 രൂപ വെച്ച് പന്തൽ കൃഷിയാണെങ്കിൽ 100 രൂപ, പിന്നെ നെട്ടുകൾ പറന്ന് മത്തനും വള്ളിരിക്കാണെങ്കിൽ 80 രൂപ സബ്സിഡി ആയിട്ട് കൃഷിഭവനും കിട്ടുന്നുണ്ട്. റോഡരികിലെ വിൽപ്പന കേന്ദ്രത്തിൽ ഒട്ടേറെ പേരാണ് പച്ചക്കറികൾ വാങ്ങാനായി എത്തുന്നത്. അതിലേറെയും വാഹനയാത്രക്കാരാണ്. ജൈവ രീതിയിൽ വിളയിച്ചെടുക്കുന്ന പച്ചക്കറികൾക്ക് ആവശ്യക്കാർ വർദ്ധിച്ചതോടെ ഇവരുടെ വിപണന കേന്ദ്രവും സജീവമാണ്. മഴയാണെങ്കിൽ ഒന്നും കിട്ടില്ല. നല്ല കാലാവസ്ഥ നല്ലതാണെങ്കിൽ വലിയ മോശം വരില്ല. പിന്നെ പഞ്ചായത്ത് കുറച്ച് നമുക്ക് സബ്സിഡിയെല്ലാം തരുന്നതുകൊണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. പയറും മത്തനും ചേനയും വെള്ളരിക്കയും കക്കരിയും എന്നുവേണ്ട മിക്ക പച്ചക്കറികളും ഇവിടെ നിന്നും വാങ്ങാൻ കഴിയും. ന്യൂസ് 18 ആലക്കോട്. പുത്തൻ കാർഷിക സംസ്കാരത്തിന് തുടക്കമിടുകയാണ് കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ്. കലാലയങ്ങളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. MA കോളേജിലെ നേച്ചർ ക്ലബ്ബും NSS യൂണിറ്റും കൃഷി വകുപ്പും സംയുക്തമായാണ് കൃഷി നടത്തുന്നത്. 1 ഏക്കർ സ്ഥലം ഇതിനായി കണ്ടെത്തി. ഇവിടെ വെണ്ട, വഴുതന, പാവൽ, പയർ, പടവലം, ചീര, തക്കാളി, മുളക് തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത്. കലാലയങ്ങളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന വിളവ് പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി. MA കോളേജ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കോതമംഗലം കൃഷിഭവനിൽ നിന്ന് നമുക്ക് അംഗീകരിച്ച് കിട്ടിയ ഒരു പ്രോജക്റ്റാണ് വിളവെന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷത്തേക്ക് നമുക്ക് ഇവിടെയുള്ള ഒരു 1.5 ഏക്കർ സ്ഥലമുണ്ട്. ഈ 1.5 ഏക്കർ സ്ഥലത്ത് ജൈവ രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുക എന്നതാണ് ഉദ്ദേശം. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള, അതായത് MA ആർട്സ് കോളേജിലെയും MA എഞ്ചിനീയറിംഗ് കോളേജിലെയും NSSൻ്റെയും നേച്ചർ ക്ലബിൻ്റെയും അംഗങ്ങളായിട്ടുള്ള കുട്ടികൾ കൂടിയാണ് ഈ ഇത്രയും സ്ഥലത്ത് പച്ചക്കറികൾ കൃഷി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു 10 കണ്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 6-7 ഇനം പച്ചക്കറികളാണ് നടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കോളേജിന് സമീപത്തെ തരിശുനിലങ്ങൾ കൃഷിക്ക് അനുയോജ്യമാക്കി എടുക്കും. പഠനത്തോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് കാർഷിക മേഖലയിലും മികവ് തെളിയിക്കാൻ ഇതിലൂടെ സാധിക്കും. നമ്മളുടെ കോളേജിൽ തന്നെ ഉപയോഗശൂന്യമായി കിടന്ന ഒരു 1.5 ഏക്കറോളം സ്ഥലമാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ നമ്മൾ കോവിഡ് സമയത്തൊക്കെ ഒരു കൃഷിയും നടത്താതെ കാട് പിടിച്ച് കിടക്കുകയും ആ സ്ഥലം നമ്മൾ വികസിപ്പിച്ചെടുത്ത്, അല്ലെങ്കിൽ നമ്മൾ കർഷകരെ പോലെ തന്നെ പിള്ളേരെ കൊണ്ട് കൃഷി ചെയ്യിച്ച് അവിടെ വിളവെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് 18 കോതമംഗലം. വൃക്കയുടെ തകരാർ മൂലം ജീവിതം വഴിമുട്ടി നിൽക്കുന്ന നിർധന യുവതി. ഇടുക്കി കട്ടപ്പന സ്വദേശിനി സിന്ധുവാണ് ചികിത്സയ്ക്കായി സഹായം തേടുന്നത്. 20 വർഷം മുമ്പ് വയറ്റിലുണ്ടായ മുഴ നീക്കം ചെയ്തത് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലാണ്. ശസ്ത്രക്രിയയിലുണ്ടായ പിഴവിനെ തുടർന്ന് വൃക്കയുടെ വാൽവിന് തകരാർ സംഭവിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഇതോടെ ആരോഗ്യനില മോശമായി. ഭർത്താവും സിന്ധുവിനെ ഉപേക്ഷിച്ചു. സഹോദരി വിലാസിനിയുടെ സഹായമാണ് ആകെയുള്ളത്. കഠിനമായ വേദനയെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് വൃക്കയ്ക്ക് തകരാർ കണ്ടെത്തിയത്. ഞങ്ങൾ കോട്ടയത്തൊക്കെ പോയി. കോട്ടയത്ത് പോയിട്ട് അവിടുന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു വിട്ടു. അതുകൊണ്ട് ഞങ്ങൾ പാലാ മെഡിക്കൽ സെറ്റിൽ ചെന്ന് ചോദിച്ചപ്പം അവിടെ ചെയ്യാം എന്ന് അവർ പറഞ്ഞുകൊണ്ട് 2 ലക്ഷം രൂപയെ അടുത്താകും ഓപ്പറേഷൻ ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങൾ ചൊവ്വാഴ്ച ചെന്ന് അഡ്മിറ്റ് ആകാനായിട്ട് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ശാരീരിക അസ്വസ്ഥതകൾക്കിടയിലും ഉപജീവനത്തിനായി സിന്ധു ഹോം നേഴ്സായി ജോലി ചെയ്തിരുന്നു. 8 മാസം മുമ്പ് രോഗം മൂർച്ഛിച്ചതോടെ ജോലി ഉപേക്ഷിച്ച് കട്ടപ്പനയിലെ വാടക വീട്ടിലേക്ക് മടങ്ങി. വയോധികരായ മാതാപിതാക്കൾ കട്ടപ്പനയിലെ തിയേറ്ററിൽ ശുചീകരണ ജോലി ചെയ്ത് ലഭിക്കുന്ന വരുമാനം മാത്രമാണ് ആശ്രയം. ഭാരിച്ച ചികിത്സാ ചെലവുകൾക്കുള്ള തുക കണ്ടെത്താനാകാതെ കടുത്ത പ്രതിസന്ധിയിലാണ് ഈ കുടുംബം. കട്ടപ്പന സ്റ്റേറ്റ് ബാങ്ക് ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. കരുണ പറ്റാത്തവരുടെ ഒരു കൈ സഹായം മാത്രമാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. ന്യൂസ് 18 കട്ടപ്പന. ഇടുക്കിയുടെ മണ്ണിലും ഇനി എയർ ഇന്ത്യ ഉണ്ടാകും. പറന്നുയരില്ലെങ്കിലും ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ വിമാന മാതൃകയ്ക്ക്. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഒറിജിനലിനോട് കിടപിടിക്കുന്ന വിമാനം രാമക്കൽമേട് സ്വദേശിയായ പ്രിൻസ് ഭുവനേന്ദ്രൻ ഒരുക്കിയത്. വെള്ളം കോരുന്ന ബക്കറ്റ്, പ്ലാസ്റ്റിക് ബക്കറ്റ്, ഇരുമ്പ് തകിടുകൾ തുടങ്ങിയവയാണ് എയർ ഇന്ത്യയുടെ ഇടുക്കി മാതൃകയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കൾ. 12 അടി നീളവും 11 അടി വീതിയുമുണ്ട് ഈ വിമാനത്തിന്.
നെടുങ്കണ്ടം പഞ്ചായത്ത് UP സ്കൂളിൽ പുതിയതായി ഒരുക്കുന്ന പാർക്കിനായാണ് പ്രിൻസ് എയർ ഇന്ത്യയുടെ മാതൃക ഒരുക്കിയത്. സ്കൂളിൽ നിന്നും ആവശ്യപ്പെട്ടതോടെ പ്രിൻസ് വിവിധ മേഖലകളിൽ നിന്നായി ആക്രി സാധനങ്ങൾ ശേഖരിച്ചു. സൈക്കിളിന്റെയും ഇരുചക്ര വാഹനങ്ങളുടെയും ടയറുകളാണ് വിമാനത്തിന്റെ ചക്രങ്ങൾ. പെയിന്റിംഗ് അടക്കമുള്ള മുഴുവൻ ജോലികളും 8 മണിക്കൂറുകൾ കൊണ്ടാണ് പ്രിൻസ് പൂർത്തീകരിച്ചത്. നമുക്ക് വേണ്ടി ഒരു ചെറിയൊരു വിമാനത്തിൻ്റെ ഒരു മോഡൽ അവിടെ ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാർക്കിലേക്ക് വെക്കാൻ വേണ്ടിയുള്ളൊരു മോഡലാണ് ആദ്യം ആവശ്യപ്പെട്ടത്. ചെറിയൊരു മോഡലാണ് അവർ ആവശ്യപ്പെട്ടത്. നമ്മൾ അത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നും ചിന്തിച്ചാണ് ഇങ്ങനെ ഈ ഒരു രൂപത്തിലേക്ക് ഇവിടെ ലാസ്റ്റ് എത്തിച്ചേരുന്നത്. ആദ്യം നമുക്ക് കാരണം ഇത് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോഴേക്കും ഒരിക്കലും നമുക്ക് അതിൻ്റെ ഷേപ്പുകൾ ഒരിക്കലും നമുക്ക് തകിടയിലോ ഇതിലൊന്നും വെട്ടിയെടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തിലിത് ഉണ്ടാക്കും, എന്നാ മെറ്റീരിയലിൽ ഉണ്ടാക്കും, അതൊക്കെ ഒരു വലിയ പ്രശ്നമായിരുന്നു. ടയറുകൾ ഉപയോഗിച്ച് ഉരുട്ടിക്കൊണ്ടു പോകാവുന്ന തരത്തിലാണ് വിമാനത്തിന്റെ നിർമ്മിതി. സ്കൂൾ പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വിമാനം അവിടേക്ക് മാറ്റും. വൈദ്യുതി ഉൽപാദനത്തിനുള്ള കാറ്റാടി യന്ത്രത്തിന്റെ മാതൃക അടക്കം നിരവധി നിർമ്മിതികൾ പ്രിൻസ് മുൻപ് ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് പത്രിക നൽകിയ ശേഷം ശശി തരൂർ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. We must serve the people of India. तो मैं आप लोग से ये कहना चाहता हूं कि मैं आज जाके मेरे नॉमिनेशन पत्रिका दे दिए मधुसूदन मिश्र जी से को 50 दस्तखत मैं अभी सबमिट किया हूं. कश्मीर से केरला तक, पंजाब से नागालैंड तक, उत्तर प्रदेश से तमिलनाडु तक 12 राज्यों के कांग्रेस कार्यकर्ताओं ने हमें मदद की है. और मैं इस समर्थन से पार्टी को भी दिखाना चाहता हूं कि मेरी आवाज़ एक व्यक्ति की आवाज़ नहीं है. मैं अकेला चला था, जैसे मैंने मजरू सुल्तानपुरी के प्रसिद्ध शायरी को कोट करके आपको दिखाया. मैं अकेला चला था, लेकिन लोग आते रहे, चलते मेरे साथ और कारवां बनते गए. तो इसलिए मैं उनके समर्थन के साथ आज नॉमिनेशन फाइल किया. और ये 50-60 होने वाला है, क्योंकि एक और फॉर्म हम तो हर इलाके से लेके आ रहे हैं. 3 बजे के पहले हम एक और फॉर्म भी सबमिट करेंगे. और इसके साथ हमारी उम्मीद है कि कांग्रेस मजबूत बने और कांग्रेस पार्टी इस देश के आगे ले जाए. 21वां शताब्दी एक बहुत महत्वपूर्ण समय है भारत के भविष्य के लिए. हमने देखा है कि कुछ सालों से बहुत चीज़ें ठीक नहीं चल रहे हैं हमारे देश में. भाजपा के सरकार नोट निरोध लेके आए, आपको याद है, डिमोनेटाइजेशन, नोटबंदी. उसके बाद आपको याद है कि हमें एक बहुत बुरी रिकॉर्ड तक गिरना पड़ा कि हमारे इतिहास में सबसे बड़ी बेरोजगारी, क्योंकि जब तक हमने आंकड़े मेंटेन किए सरकार में, इतनी बड़ी बेरोजगारी कभी नहीं हुई है. और आजकल महंगाई जो आम आदमी महसूस कर रहे हैं, हम सब जानते हैं कि हमारे देश को एक बदलाव चाहिए. और कांग्रेस मेरे ख्याल में होनी चाहिए बदलाव की पार्टी. तो ये सब कह के मैं आपका प्रश्न लेने के लिए तैयार हूँ. ये हिंदी में भी है, और आपको हिंदी और अंग्रेजी में जिस भाषा आप चाहते हैं हम दे सकते हैं. देखिए, ये घोषणा पत्र, आपको पता है कि ये 9100 जो वोटर्स हैं, ये कांग्रेस पार्टी कार्यकर्ता डेलीगेट्स हैं. ये उनके लिए हैं. देश के बारे में कांग्रेस पार्टी की बहुत सोच है और देश के बारे में हम बहुत कहेंगे. लेकिन अभी इस चुनाव में हम पार्टी के भीतर किस किस्म के प्रगति लेके आने चाहते हैं, ये इस घोषणा पत्र में है. हम चाहते हैं कि आप देखिए, कायाकल्प की प्रक्रिया को अपनाएं, बड़ी जरूरी है. कि संगठन का विकेंद्रीकरण, हमें डिसेंट्रलाइजेशन की काफ़ी ज़रूरत है इस पार्टी में.
एआईसीसी मुख्यालय की भूमिका की फिर से कल्पना, पार्टी के मूल विश्वासों को दोहराएं। कभी कभी लोग भूल जाते हैं, ये भूलना कभी नहीं चाहिए कि हमारे संकल्प, हमारी सोच जो भारत के बारे में है, ये भाजपा और हमारी सरकार से बहुत अलग है और ये हम बार बार जनता को याद दिलाना चाहते हैं। पार्टी में व्यापक भागीदारी, चुनाव प्रबंधन को मजबूत करना, वो तो बड़ी जरूरी है, आपको पता है क्यों। युवाओं पर अधिक ध्यान, और ये मैं कह रहा हूं क्योंकि हमारे देश में युवाओं तो 50% तो पार किए हैं। हमारे देश युवाओं की देश है और हमारी पार्टी भी युवाओं की पार्टी होनी चाहिए। भविष्य में अगर भारत 21वां शताब्दी को हाथ में लेके अच्छा रोशनी ले आना चाहेंगे इस देश में, तो युवाओं को हमें शक्तिकरण देनी ही चाहिए। महिलाओं के लिए बड़ी भूमिका, ये बड़ी ज़रूरी है। उद्योग और पेशावरों के लिए आउटरीच के लिए शुद्ध हिंदी किसी ने बताएंगे मुझे, लेकिन आउटरीच के बारे में कहा इसमें। और सामाजिक कार्य के रूप में राजनीति के लोकाचार पर लौटे, क्योंकि कांग्रेस पार्टी, आपको पता है कि कुछ लोग सोचते हैं कि इलेक्शन लड़ने की एक मशीन है, लेकिन हर चुनाव के बीच में बहुत काम है जनता के साथ। और जब हम ये करेंगे, हम गरीबों को मदद करेंगे। कोई अनपढ़ औरत को एक राशन कार्ड का एप्लीकेशन फॉर्म भरना नहीं आती, कांग्रेस कार्यकर्ता जाके मदद करते थे, शायद अभी करना चाहिए। अगर कोई गुंडा किसी के घर के अंदर घुस के गड़बड़ किया और पुलिस एक्शन नहीं लेना चाहते क्योंकि वो गुंडा की पार्टी अधिकार में है, तो कांग्रेस कार्यकर्ता जाके मदद देते हैं। कांग्रेस प्रतिनिधियों को फ़ोन करके कोई और तरीके से मदद मांग रहे हैं इस औरत की। इस किस्म की सहायता जो हम सोशल वर्क, सामाजिक काम कह सकते हैं, ये भी पार्टी को करनी चाहिए। और ये सब मैं हमारे कार्यकर्ताओं को याद दिलाना चाहूँगा। तो ये सब करके मैं मेरे क्रेडेंशियल्स को अभी कार्यकर्ताओं के सामने रख रहा हूँ। और अंत में मैं एक और बार धन्यवाद कहना चाहता हूँ कांग्रेस अध्यक्ष सोनिया गांधी जी से। मैं उनसे मिला हूँ, राहुल गांधी जी से भी और प्रियंका गांधी जी से भी। वो लोग कहें कि चुनाव पार्टी के लिए अच्छा है, कि पार्टी को मजबूत करेंगे, क्योंकि लोग हमारे जैसे आप कर रहे हैं, आप ध्यान देंगे हमारे पार्टी को। और मेरे ख्याल में इस ध्यान से कांग्रेस का संदेश और लोगों के मन में और हृदय में पहुंचेगा। ये सब कह के मैं आपको प्रश्न देने के तैयार हूँ। सर, ये सवाल है कि माना जा रहा है खड़गे जी ऑफिशियल कैंडिडेट है, ये माना जा रहा है। सर एक मिनट मैम, जस्ट वन अच्छा, आलम यू कंडक्ट। Okay. So Digvijay Singh drops out from the Congress presidential post. Even you have any plan that you will withdraw your nomination, sir? But why would I take the trouble to file a nomination today? Why would I welcome the support of so many karyakartas? As I said, 60 people from around the country are supporting me. Why would I do that in order to withdraw? You must understand, this is not, मैं हिंदी में कह सकता हूं आपको, ये तो एक युद्ध नहीं है। पार्टी के अंदर सहयोग, दो सहयोगी अगर उनके കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശി തരൂർ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. പത്രിക സമർപ്പിക്കുക മാത്രമല്ല, അദ്ദേഹം ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ഒരു പ്രകടന പത്രികയും പുറത്തുവിട്ടിരിക്കുന്നു. എന്തായാലും എല്ലാ ഭാഗത്തു നിന്നുള്ള പിന്തുണയും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. ഇതൊരു യുദ്ധമല്ല, പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. താൻ ശക്തിപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്നത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഒരു പ്രകടന പത്രികയും പുറത്തുവിട്ടത്. എന്തായാലും ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.